സത്യം പറഞ്ഞ സാഗർ ഓഫീസിൽ വന്നത് എനിക്ക് വലിയ ആശ്വാസമായെന്ന് വേണം പറയാൻ. എന്നുവെച്ചാ സാഗറിനൊപ്പം യാത്ര ചെയ്യുമ്പോ സമയം പോകുന്നതേ അറിയില്ല. എപ്പോഴും എന്തെങ്കിലുമൊക്കെ സംസാരിച്ചോണ്ടിരിക്കാലോ. ചേച്ചിയോട് സംസാരിക്കാൻ നല്ല രസമാ. സാഗറിന് നാളെന്താ? നാള് ചിത്തിരയാ, എങ്കിലും പൂരം പിറന്ന പുരുഷനെന്നാണല്ലോ. അതിനിത്ര ആലോചന വേണോ? എന്റെ നക്ഷത്രം പൂര. ആഹാ, നല്ല നക്ഷത്രമാണല്ലോ. പൂരം പിറന്ന പുരുഷനാ പറയാറ്. ഓ, പറയുന്നത് കേൾക്കാനൊക്കെ ഒരു സുഖ. ഫലത്തില് ആ നാളുകൊണ്ട് വലിയ പ്രയോജനമുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. എല്ലാ നാളും നല്ലത് തന്നെയാ, പക്ഷേ അതിനൊപ്പം നമ്മുടെ പ്രവൃത്തി നന്നായിരിക്കണം. കർമ്മം നല്ലതല്ലെങ്കിൽ നല്ല നാളും നല്ല സമയം കൊണ്ട് ആർക്കും ഒരു പ്രയോജനമില്ല. അതെ അതെ, പക്ഷേ നല്ല കർമ്മങ്ങൾ ചെയ്താലും ചില സമയത്ത് തിരിച്ചടി ഉണ്ടാവും ചേച്ചി. അങ്ങനെയാണ് എന്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളത്. അതൊക്കെ മാറും. ദൈവത്തെ മനസ്സൊരുക്കി അങ്ങ് വിളിച്ചോ. ഇതാരൊക്കെ ഇത്? എപ്പോഴും കൂടെ ഉണ്ടല്ലോ. ആരാ ഇവൻ? നിന്റെ കാമുകനാ? അതേ മുത്തശ്ശി, കാമുകനായിക്കൊണ്ടിരിക്കാൻ കാല് വയ്യാത്തവന്റെ സ്ഥാനത്തേക്ക് ഇടിച്ചു കയറാനാ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ചോദിച്ചത് അവൾക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. എടാ ചെറുക്ക, നിനക്ക് ഇവളെ ഇഷ്ടമാണെങ്കിലേ വീൽ ചെയറിൽ ഇരിക്കുന്ന ഒരുത്തനെ വെറുതെ മണ്ടനാക്കാതെ നീ ഇവളെ വിളിച്ചോണ്ട് പോകാൻ നോക്കടാ. മുത്തശ്ശി, എന്താടി ഈ പറഞ്ഞതിന് കുഴപ്പം? നിനക്കൊരു കുടുംബജീവിതം അല്ലെന്ന് എല്ലാവർക്കും അറിയാം. ഇവനും അമ്പലത്തിന് മുന്നിൽ വെച്ച് മുത്തശ്ശിക്ക് ഇങ്ങനൊക്കെ പറയാൻ തോന്നല്ലോ. അമ്പലത്തിന് മുന്നിൽ വെച്ചാണ് സത്യങ്ങൾ പറയേണ്ടത്. അതാണ് ഞാൻ ഈ പറഞ്ഞോണ്ടിരിക്കുന്നതും. എന്താടാ നിന്റെ പേര്? സാഗർ. ആ, പേരും കൊള്ളാം. എടാ സാഗരമേ, നീ ഇവളെയും കൊണ്ട് വല്ല കടലിലേക്കോ കായലിലേക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും കരയിലേക്കോ പോയി ജീവിക്കാൻ നോക്ക്. അതാ നല്ലത്. ഇപ്പൊ സ്വർണമായിട്ട് ഒരുപാട് നിന്റെ കയ്യിലുണ്ടല്ലോ. കല്യാണത്തിന് നിന്റെ അമ്മ തന്നതും പിന്നെ നിന്റെ കെട്ടിയോൻ തന്നതുമായിട്ട് അതെല്ലാം ഇനി നിനക്ക് അവകാശപ്പെട്ടതാ. ഒരു ദിവസം നേരം പുലരുമ്പോ കണ്ണൻ എഴുന്നേറ്റ് ബെഡിൽ തപ്പുമ്പോ ബെഡ് മാത്രമേ കാണാവൂ, നീ കാണരുത്. മുത്തശ്ശിക്ക് മാത്രം ഇങ്ങനെയൊക്കെ പറയാൻ പറ്റൂ? ഞാൻ ഉള്ളതല്ലേടി പറഞ്ഞേ. നീ വയ്യാത്ത ഒരുത്തന്റെ കൂടെ ജീവിച്ചാൽ നിനക്ക് കുഞ്ഞുങ്ങളും ഉണ്ടാവില്ല, ഒരു ജീവിതവും ഉണ്ടാകത്തില്ല. അങ്ങനെ വന്നാലേ കുറച്ച് കഴിയുമ്പോ ഒരു തരം നീറ്റലായിരിക്കോടി. എന്തായാലും നിന്റെ നല്ല പ്രായത്തിൽ തന്നെ നിനക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ അവനങ്ങ് പോകും. പിന്നെ നിനക്കൊരാണ്ടുണ വേണ്ടേ? മുത്തശ്ശി, എല്ലാം കേട്ടു നിൽക്കുന്നെന്ന് കരുതി എന്റെ കണ്ണേട്ടന്റെ ആയുസിനെ പറ്റി പറയരുത്. പറഞ്ഞാ നീ എന്ത് ചെയ്യും? എന്നെ ഈ അമ്പലത്തിന്റെ മുറ്റത്ത് വെച്ച് നീ എന്നെ തല്ലുവോ? പ്രായത്തെ മാനിച്ചും മുത്തശ്ശിന്ന് വിളിച്ചതുകൊണ്ടും അതിന് ഞാൻ മുതിരുന്നില്ല. മറ്റാരെങ്കിലും ആണ് ഇത് എന്റെ മുന്നിൽ നിന്ന് സംസാരിച്ചിരുന്നെങ്കിൽ മുത്തശ്ശി ഇപ്പൊ പറഞ്ഞ ഞാൻ ചെയ്തേനെ. കരണത്തടിച്ച് മറുപടി പറഞ്ഞേനെ. വാ സാഗറെ. എന്നാലും ഞാൻ പറയാനുള്ളത് പറയുവടി. മഹാലക്ഷ്മി കണ്ണൻ എന്ന് പറയുന്നതിനേക്കാളും മഹാലക്ഷ്മി സാഗർ എന്ന് പറയുന്നതായിരിക്കും നല്ലത്. അത് കേൾക്കാനാണ് സുഖം.
അങ്ങനെ എല്ലാരും പറഞ്ഞു തുടങ്ങട്ടെ. പയ്യെ പയ്യെ കണ്ണന്റെ സ്ഥാനത്ത് ഇവളെന്നെ കാണട്ടെ. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.